2027 ഏകദിന ലോകകപ്പിനായുള്ള ദീർഘകാല പദ്ധതികളിൽ രോഹിത് ശർമ്മയ്ക്ക് ഇടമില്ലെന്ന നിലപാടായിരുന്നു സെലക്ഷൻ കമ്മിറ്റി. ഇംഗ്ലണ്ടിന് എതിരായ മൂന്നാം ഏകദിനം അദ്ദേഹത്തിന്റെ അവസാന ഏകദിന മത്സരമാകുമെന്ന തരത്തിൽ ദേശീയ മാധ്യമങ്ങളിൽ വാർത്തകൾ വരെ പുറത്തുവന്നു. എന്നാൽ മത്സരം തുടങ്ങാൻ 2 ദിവസം മാത്രം ബാക്കി നിൽക്കെ BCCI സെക്രട്ടറി ദേവ്ജിത്ത് സൈക്യ നടത്തിയ ഒരു പ്രസ്താവന എല്ലാം മാറ്റിമറിച്ചു. രോഹിത് ഇപ്പോഴും ഇന്ത്യൻ ടീമിന്റെ പദ്ധതികളുടെ പ്രധാന ഭാഗമാണെന്ന് അദ്ദേഹം പരസ്യമായി പ്രഖ്യാപിച്ചു. ഈ പ്രസ്താവന സെലക്ഷൻ കമ്മിറ്റിയുമായി ചർച്ച ചെയ്യാതെയായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. അതാണ് വിവാദത്തിന് തുടക്കമായത്. ഇതിനിടെയാണ് മൂന്നാം ഏകദിനത്തിൽ രോഹിത് ശർമ്മ ബാറ്റുകൊണ്ട് മറുപടി നൽകിയത്. സമ്മർദ്ദം നിറഞ്ഞ മത്സരത്തിൽ നേടിയ തകർപ്പൻ സെഞ്ചുറി വിമർശകർക്ക് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഭാവിയെ ചോദ്യം ചെയ്തവർക്കും ശക്തമായ സന്ദേശമായി. അടുത്ത ലോകകപ്പിലും തനിക്ക് ടീമിനു വേണ്ടി കളിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം പ്രകടനത്തിലൂടെ തെളിയിച്ചുവെന്നാണ് ആരാധകരുടെ വിലയിരുത്തൽ. ഈ സംഭവങ്ങൾക്കു പിന്നാലെ സെലക്ഷൻ കമ്മിറ്റി ചെയർമാൻ അജിത് അഗാർക്കറുടെ ഭാവിയും അനിശ്ചിതത്വത്തിലാണെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ലോകകപ്പ് വരെ അദ്ദേഹത്തിന്റെ കാലാവധി നീട്ടുമെന്നായിരുന്നു ആദ്യ സൂചനകൾ. എന്നാൽ ഇപ്പോൾ മുൻ ഇന്ത്യൻ താരം VVS ലക്ഷ്മണിനെ പുതിയ സെലക്ഷൻ കമ്മിറ്റി ചെയർമാനാക്കുന്നതും BCCIയുടെ പരിഗണനയിലുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ.